വീണ്ടും കൊച്ചിയിലെ കപ്പൽ തീപിടിച്ച വാർത്തയിലേക്കാണ്. അറ്റകുറ്റപ്പണിക്കിടെ തീപിടിച്ച കപ്പലിൽ തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമമാണ്. ഇപ്പോൾ കൂടുതൽ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു. കപ്പലിന് മുന്നിൽ സജോ ദേവസ് എത്തിയിരിക്കുകയാണ്. സജോ, ഇപ്പോൾ കപ്പലിന് അടുത്തെത്തിയിരിക്കുന്നു. സജോ, തീ അണച്ചോ? ഇപ്പോൾ പുക കാണുന്നുണ്ട്. നേരത്തെ അകത്ത് തീ കാണുന്നുണ്ടായിരുന്നു. തീ അണയ്ക്കാനായോ സജോ? സ്മൃതി, ഞാൻ ഇപ്പോൾ ഈ തീ പിടിച്ച കപ്പലിനുള്ളിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നേരെ പോകാം. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള പെയിന്റ് ഈ കപ്പലിനുള്ളിൽ തന്നെ വെച്ചിരുന്നു. അതായത് ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്തിരുന്നു. അതായത് ഇവിടെ നവീകരണ പ്രവൃത്തി നടക്കുകയാണല്ലോ. അപ്പോൾ അതിലേക്കാണ് തീ പടർന്നിരിക്കുന്നത്. അപ്പോൾ അതത്ര എളുപ്പമല്ല, കാരണം ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇരുഭാഗത്തുകൂടെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് ഈ പ്രവൃത്തി തുടരാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഇതായത് ഈ പെയിന്റ് ഉൽപ്പന്നങ്ങളാണോ ഇതിനകത്ത് ഉണ്ടായിരുന്നോ? പെയിന്റിംഗ് ആണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു 2-3 ഒരു സൈഡിൽ തീ ഏകദേശം പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കായൽ സൈഡിൽ നമ്മളിപ്പം ഫ്ലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തീ പടർന്നു കാണുമായിരിക്കും, അല്ലാതെ ഇതിനടിക്കാൻ വേണ്ടിയുള്ള പെയിന്റാണ് ഞാനിത് പറഞ്ഞത്. അതിപ്പോൾ ഓൾറെഡി കത്തി കഴിഞ്ഞാണ്. കാരണം വന്നപ്പോൾ ഫയർ ഉണ്ടായിരുന്നല്ലോ, കത്തി കഴിഞ്ഞാണ്. ഇപ്പോൾ ഏതൊരു സൈഡിൽ ചെറിയ ഫയർ ഉണ്ട്. ആ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വരും. ഓൾമോസ്റ്റ് തീ അണഞ്ഞിട്ടുണ്ട്. ഏതോ സൈഡിൽ ചെറുതായിട്ട് തീയാണ്. ആ തീന്നാണ് ഏതാണ്ട് ഒരു 3 മണിയോട് കൂടിയാണ് എപ്പോഴും നമുക്ക് ഇൻഡിമേഷൻ കിട്ടുന്നത്. ഒരു 4-4:30 ആ സമയം തൊട്ട് ഇങ്ങനെ കത്തി. വേറെ വെസലിലേക്കൊന്നും പോയില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഇല്ല വേറെ കൊണ്ട് പോയിട്ടില്ല. ഇതിനകത്ത് തന്നെയാണ്. അതായത് സ്മൃതി, ഇത് ആൻഡമാനിലേക്ക് ചരക്ക് നീക്കം നടത്തുന്ന ചെറു വെസലാണ്, ചെറു കപ്പലാണ്. അപ്പോൾ ഈ യാർഡിലേക്ക്, ഇതൊരു സ്വകാര്യ യാർഡ്, ഈ യാർഡിലേക്ക് ഇത് കയറ്റിയിടുന്നു. അതിനുശേഷം പുലർച്ചയോടുകൂടി 3 മണിയോടെ അല്ലേ സാറേ? 4:30 കൂടിയാണ് അവർക്ക് ഇൻറ്റിമേഷൻ ലഭ്യമാകുന്നത്. ആ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ഇവിടെ പെയിന്റ് അടക്കമുള്ള, അതായത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള ചില വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. വളരെ എളുപ്പത്തിൽ തീ പടരാൻ സാധ്യതയുള്ള ഒരു ഒരു ഉൽപ്പന്നങ്ങളാണ് അവയെല്ലാം. അവയിലാണ് ഇപ്പോൾ ഈ തീ ആളിപ്പടരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ പുകയും മറ്റുമുണ്ട്. ഇത് ഈ ഭാഗത്ത് തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ മറുഭാഗത്തേക്ക് ദൃശ്യം ഒന്ന് കാണിച്ചു തന്നാൽ അവിടെയും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ആ ഭാഗത്ത് എന്തെങ്കിലും ആശങ്ക ഉണ്ടായാൽ എന്ന് കരുതി അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ബോട്ടിൽ നിന്ന് ഫയർ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെയും ഫയർ ഫൈറ്റിംഗ് നടത്തുന്നുണ്ട്. അതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്താണ് അത് പൂർണ്ണമായും. ഈ ഭാഗത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ പൂർണ്ണമായും കത്തി അമർന്നിട്ടുണ്ട്. ഇപ്പോഴും വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർ ഉദ്യോഗസ്ഥർ ഇവിടെ സജീവമായി തന്നെ അവരുടെ പ്രവർത്തനം തുടരുന്നത് നമുക്ക് കാണാം. ഗാന്ധിനഗർ ഏതൊക്കെ യൂണിറ്റ് നമുക്ക് ഇവിടെ ഉള്ളത്? ഇത് ക്ലബ് റോഡ്, ഗാന്ധിനഗർ, വൈപ്പിൻ, നോർത്ത് പറവൂര്, മട്ടാഞ്ചേരി. 5ഓളം ഫയർ സ്റ്റേഷനുകൾ യൂണിറ്റുകൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്, അതായത് ഈ ഭാഗത്ത് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം സുരക്ഷിതമാണ്. കപ്പലിൻ്റെ ഉൾഭാഗം തന്നെയാണ്. അതായത് ആൻഡമാനിലേക്ക് ചരക്ക് നീക്കം നടത്തുന്ന കപ്പലാണ്. അപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ആ പ്രവർത്തികൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി കുറേ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നു. അതല്ലാതെ മറ്റ് ലോഡൊന്നുമില്ല. പക്ഷേ ഈ നവീകരണ പ്രവർത്തികൾക്ക് വേണ്ടി, അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്തിരുന്നത്. നേരെ എതിർഭാഗത്ത് വേറെ വെസൽ കിടപ്പുണ്ട്, അപ്പുറത്ത് വേറെ വെസൽ കിടപ്പുണ്ട്, ഇതിൻ്റെ മറുഭാഗത്ത് വേറെ വെസൽ കിടപ്പുണ്ട്. അങ്ങനെ മറ്റ് വെസലുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സുരക്ഷാ മേഖല കൂടിയാണ്. ഞാനിപ്പോൾ ഒരു ദൃശ്യം കൂടി കാണിച്ചു തന്നാൽ നേരെ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമാണ്. അത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമാണ്. അത് നേരത്തെ പറഞ്ഞത് ഒരു അതീവ സുരക്ഷാ മേഖലയാണ്. മറുവശത്ത് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയാൽ കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. ഇതൊരു സ്വകാര്യ യാർഡാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോഴും ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അത് കത്തി അമർന്നിട്ടുണ്ട്. അവിടുത്തെ ഗ്ലാസ് പാളികൾ, ആ ഭാഗത്തെ ഒരു മേൽക്കൂര, അവയെല്ലാം പൂർണ്ണമായി തന്നെ കത്തി അമർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെയുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ സൂക്ഷിച്ചിരുന്ന സാധാരണ ഇത്തരം പ്രവർത്തികൾ, അതായത് ഇവിടെ ഈ അറ്റകുറ്റപ്പണികൾ, അതുപോലെ പെയിന്റിങ്, ഇവയൊക്കെ ചെയ്യേണ്ടിയിരുന്നു. ഇവയ്ക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളാണ്. അത് ഇൻഫ്ലേമബിൾ ആണ്. അതായത് പെട്ടെന്ന് തീ പിടിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതിൽ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ തീ പടർന്നത്. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ച് സജീവമായി ഇപ്പോൾ നേരെ എതിർ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് തുടരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും, നേരെ എതിർ ഭാഗത്തു നിന്നൊഴികെ ഈ 3 ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് കാര്യമായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷേ അതേസമയം കാര്യമായ ഒരു നാശനഷ്ടം കൂടെ യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് സമ്പൂർണ്ണമായും നിയന്ത്രിക്കണം. ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് ചേർന്ന് കിടക്കുന്ന വെസലുകൾ 2-3 എണ്ണം കിടപ്പുണ്ട്. അതുകൂടാതെ ഈ പാതയുടെ ഇവിടെയും മത്സ്യത്തൊഴിലാളികളൊക്കെ കടന്നു പോകുന്നൊരു പാതയുമാണ്. അവിടെ സുരക്ഷാ മേഖലയുമാണ്. അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റ് വെസലുകളിലേക്ക് തൽക്കാലം പടരുന്നു എന്നൊരാശങ്കയില്ല. ഇവർ 4:30 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ സജീവമായി തന്നെ ഈ പ്രവർത്തികൾ, വളരെ ശ്രമകരമായൊരു ദൗത്യം കൂടിയുണ്ട്. മറുഭാഗത്ത് എത്തിച്ചേരാൻ പെട്ടെന്ന് രാവിലെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബോട്ട് എത്തിച്ച് ഇവിടെ തന്നെയുള്ള യാർഡിൽ തന്നെയുള്ള ബോട്ടാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ബോട്ടിൽ നിന്ന്, ആ യാർഡിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. അവിടെയും
ഉദ്യോഗസ്ഥരും ഇവിടുത്തെ തൊഴിലാളികളും ഒക്കെ ചേർന്ന് അവിടുത്തെ പ്രവർത്തികൾ നടത്തുന്നുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോഴും ഒരു ഭാഗത്ത് എവിടെയോ തീ അണയാതെ കിടപ്പുണ്ട്. അതാണ് ഇപ്പോഴും ആ ഭാഗത്തുനിന്ന് ആളിപ്പടരുകയും തീ വരികയും ഒക്കെ ചെയ്യുന്നത്. നേരെ മറുഭാഗത്ത് കാണുന്നത് ഒരു വെസലാണ്. ആ വെസലിന്റെ മുകളിലും ഉദ്യോഗസ്ഥർ കയറി നിന്ന് ഈ തീ പിടിച്ച വെസലിലേക്ക് തീ അണയ്ക്കാനുള്ള ശ്രമം സജീവമായി തന്നെ തുടരുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്ത് നിന്നാണ്, അതായത് ഇതിൻ്റെ അകം ഈ ഒരു പോർഷന്റെ അകത്താണ്. അതൊരു പ്രധാനപ്പെട്ട കൺട്രോളിംഗ് യൂണിറ്റ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണ്. അവിടെയാണ് സാധാരണ ഇപ്പോൾ പ്രവൃത്തികളൊക്കെ ആകുമ്പോൾ ഈ സ്റ്റോക്ക് ചെയ്യുന്നത്. അത് ഞാൻ നിൽക്കുന്ന ഇവിടെയാണ്. ഈ ഡക്കിന്റെ താഴെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയാണ് നടക്കുക, സ്റ്റോറിംഗ് ഒക്കെ. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട, അതായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോളിംഗ് യൂണിറ്റ് ഒക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ കഴിയും വിധം ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരുന്നത്. അതായത് സജോ, അപ്പോൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയിട്ട് കൂടുതൽ കുഴപ്പത്തിലേക്ക് കപ്പൽ പോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അകത്ത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നപ്പോൾ വെള്ളം തളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ അടുത്തുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ 5 ഫയർഫോഴ്സ് യൂണിറ്റ് അല്ലേ, 5 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സജോ, ഇതിപ്പോൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഇത്ര നേരം നീണ്ടു നിൽക്കുന്ന രൂപത്തിൽ അത് മാറിയത്? അതിനകത്ത് സാധനങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണോ? എന്തെങ്കിലും ഒരു അസസ്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് ഫയർ ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, അഭിജിത്ത് അല്ലേ? കാരണം എന്തായിരിക്കും ഒരു ഫയറിന്റെ റീസൺ? എന്തെങ്കിലും ഒരു അസസ്മെന്റ് ഉണ്ടോ? അറിയില്ല. നമുക്ക് വരുമ്പോൾ ഓൾറെഡി ഫയർ ആണല്ലോ. ഈ ഫയർ ഫൈറ്റിങ്ങിനാണ് പ്രയോറിറ്റി, മറ്റേ ഫയർ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു അസസ്മെന്റ് ഇപ്പോഴില്ല. കാരണം തീ പിടിച്ചു, അത് വലിയ തോതിൽ തീ പടർന്നിരുന്നു. ആ തുടക്കഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് വലിയ തോതിൽ തീ ആളി പടരുകയായിരുന്നു. അതൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ അറിയിച്ചൊരു കാര്യം. അതേസമയം ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പോഴും അതിൻ്റെ ഒരു സോഴ്സ്, ആ ഫയറിൻ്റെ ഒരു സോഴ്സ് സമ്പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും ആ സോഴ്സ്, അതായത് എവിടെ നിന്നാണോ ആ ഫയർ വീണ്ടും വരുന്നത്, വീണ്ടും പുറപ്പെടുന്നത്, അത് നോക്കി അത് കണ്ടെത്തിയപ്പോൾ ആ ഉദ്യോഗസ്ഥർ ആ പോർഷനിലേക്ക് കയറി ചെന്നുള്ളൂ. നേരത്തെ അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയില്ലായിരുന്നു, കാരണം അത്രയും ഫയറായിരുന്നു. ആ ഭാഗത്തും നേരെ എതിർഭാഗത്ത് ഉള്ള ഒരു വെസലിൻ്റെ മുകളിൽ ഡക്കിൽ കയറിയിട്ടാണ് അവിടെ ഫയർ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മാറ്റം ഉണ്ട്. ഈ ഭാഗത്തേക്ക് കയറി നിൽക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് അപകടമില്ലാത്തതുകൊണ്ട് ആ ഉദ്യോഗസ്ഥർക്ക് അതിന് മുകളിലേക്ക് കയറി നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നൊരു ആശ്വാസകരമായി കാര്യമായി പറയേണ്ടതാണ്. പക്ഷെ അതേസമയം നമുക്കിപ്പോൾ ഈ മറുഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം, പുക കാര്യമായി തന്നെ ഉയർന്നു പൊങ്ങുന്നത് ഈ ഭാഗത്ത് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇപ്പോഴും തീയുടെ സോഴ്സ് ഉണ്ട്, അത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് പൂർണ്ണമായി, ആ ഭാഗത്തെ മേൽക്കൂര ഭാഗങ്ങളൊക്കെ പൂർണ്ണമായും കത്തി അമർന്നിട്ടുണ്ട്. ഒപ്പം ഉള്ളിലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ സമ്പൂർണ്ണമായി കത്തി അമർത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം. പക്ഷേ പുകപടലം ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ സമ്പൂർണ്ണമായി കത്തി അമർന്നിട്ടുണ്ട് എന്നതാണ് ഒരു സാഹചര്യം. അപ്പോൾ ഇപ്പോഴും ഈ പ്രവൃത്തി ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ സജീവമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വലിയ തോതിലാണ്. പക്ഷേ ഒരു ആശ്വാസമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നേരെ തൊട്ട് കാണുന്നത് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിൽക്കുന്നത് മറ്റൊരു വെസലാണ്. ആ വെസലിൽ നിന്നുകൊണ്ടാണ് ഈ ഫയർ ഫൈറ്റിംഗ് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് പടർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. പക്ഷേ അറ്റകുറ്റപ്പണിക്ക് എത്തിച്ചു, പക്ഷേ അതിനേക്കാളും കാര്യങ്ങൾ കഷ്ടമായി എന്ന് പറയുന്ന സ്ഥിതി വന്നു. ഫയർ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു കാരണം, യഥാർത്ഥത്തിൽ തീ പിടിക്കാനുള്ള ഒരു റീസൺ എന്താണ് എന്നത് ഇതുവരെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യ പ്രയോറിറ്റി ഈ തീ അണയ്ക്കുന്നതിന്, തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ആദ്യ പ്രയോറിറ്റി കൊടുത്തതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന കാര്യമൊക്കെ പിന്നീട് പരിശോധിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇപ്പോൾ സമ്പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ തൊട്ട് ചേർന്ന് കപ്പൽ തീപിടുത്തത്തിന്റെ കേന്ദ്രം ഏത് ഭാഗത്താണ് കപ്പൽ തീപിടിച്ച് തുടങ്ങിയത്, ആ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു ഫയർഫോഴ്സ് എന്നുള്ളതാണ്. ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അവിടേക്ക് വെള്ളം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായ തീപിടുത്തം തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. ഏതായാലും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്ന കപ്പലിലാണ് തീപിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്.